ഋഷി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, വാനില കേക്ക്, ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ്. പക്ഷെ അതിൽ എന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൽ ബാറ്റർ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കിട്ടുവാണ് വീഡിയോ എടുത്തത്, പക്ഷെ അത് റെക്കോർഡായില്ല. അതാണ് ഏറ്റവും പ്രശ്നമായത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും റെക്കോർഡായിട്ടുണ്ട്, പക്ഷെ ആ ബാറ്റർ പ്രിപ്പയർ ചെയ്തത് മാത്രം ആയില്ല. അപ്പോൾ അതിൽ നമ്മൾ മൈദയും മെഷർമെൻ്റ് ഒന്നും പറയണില്ല, ഏകദേശം ഒരു കുറച്ച് അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാ കൊല്ലം നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഉണ്ടാക്കാറുണ്ട്. ചിലത് ഫ്ലോപ്പ് ആവാറുണ്ട്, ചിലത് ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലച്ചുവിനാണ് എപ്പോഴും കേക്ക് 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 എന്ന് പറയാം. അവൾക്ക് പക്ഷെ വീട്ടിൽ ഉണ്ടാക്കുന്ന കേക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങണേക്കാളും. അപ്പം ഞാൻ പ്ലം കേക്ക് ഇപ്രാവശ്യം വാനില ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നമ്മളെ മൈദമാവ് എടുത്തിട്ടുണ്ട്, മൈദപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 3 മുട്ട, പിന്നെ പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ്, പിന്നെ 1 കപ്പ് ഓയിൽ, 1 ഗ്ലാസ് ഓയിൽ, പിന്നെ സോഡിയം ബൈകാർബണേറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ബേക്കിംഗ് സോഡയും. അത് രണ്ടും കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ആ പൗഡറിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ദോശമാവിൻ്റെ ആ ബാറ്റർ പോലെ ആക്കണം. അതാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാം നിങ്ങൾക്ക്. നമ്മൾ അതിൻ്റെ കേക്കിൻ്റെ അച്ചിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ചെറിയ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഓവണിലാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഓവണിൽ ഉണ്ടാക്കും. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്താ വെച്ചാൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറേ കാണാറുണ്ട്, ഇങ്ങനെ കുക്കർ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ 45 മിനിറ്റ്സ് ഗ്യാസ് കത്തിച്ചു കൂട്ടാ, അതാണ് ഒരു ബുദ്ധിമുട്ട്. എന്നാൽ നല്ല അടിപൊളിയായിട്ട് വന്നു, നല്ല ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളി കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ട് ഉണ്ടാക്കി നോക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കത് ബേക്കിംഗ് പ്രോസസ്സ് നോക്കാം. ഓക്കെ, കേക്ക് മിക്സ് നമ്മൾ സാധാരണ വാനിലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വാനില കേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിൽ എഗ്ഗ്, ഓയില്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ മൈദ, ഇത്രയുമാണ് നമ്മൾ, വാനില എസൻസ് ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് ബേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബോക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ബോക്സിൽ അലുമിനിയത്തിൻ്റെ ഒരു ബോക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു. ഇനി അതിൽ കുറച്ച് ഗീയോ ബട്ടറോ എന്തെങ്കിലും നമ്മൾ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാറ്റർ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതേ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സ് ഒഴിക്കാൻ പോവുകയാണ്. മിക്സിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ എത്ര വേണം കേട്ടോ, നല്ലപോലെ മിക്സ് ചെയ്യണം, അങ്ങനെയാണ് മിക്സ് ആവുള്ളൂ. നന്നായി മിക്സ് ആവണം, അങ്ങനെ മിക്സ് ആവുള്ളൂ. ഇപ്പൊ നമ്മള് ടാപ്പ് ചെയ്യാണ്, എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായി ടാപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടി നമ്മുടെ അണ്ടിപ്പരിപ്പ് വെക്കണോ, അണ്ടിപ്പരിപ്പും ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. വാനില ആയ കാരണം എനിക്ക് തോന്നണൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇടാണ്. ഇത് നമ്മൾ അർമേനിയ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രൈ ഫ്രൂട്ട്സുകളാണ് കേട്ടോ. മാംഗോ, സ്ട്രോബെറി, അങ്ങനെ കുറേ ഉണ്ട്, കളർഫുൾ, നല്ല ഭംഗിയിലാക്കാം. ഓക്കെ, ഞാൻ ഈ പ്രാവശ്യം ഓവണിലല്ല കേട്ടോ, ഞാൻ കുക്കറിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ കുക്കർ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തിട്ട് കാണാം. 45 മിനിറ്റ്സ് എങ്കിലും വെക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ കേക്ക് ആയോ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഞാൻ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ, കേട്ടോ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് കുത്തി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ സ്റ്റീലിൻ്റെ ഒരു വടി കമ്പി പോലത്തെ ഉണ്ട്, അതുകൊണ്ടൊന്ന് കുത്താം. അപ്പോൾ സോഫ്റ്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് അതിന് ടെക്സ്ചർ കുത്തുമ്പോൾ തന്നെ അറിയാം. ഇതന്നെ, അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, കേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് തണുക്കണം. ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഡിമോൾഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കട്ട് ചെയ്തൊന്ന് കാണാം. ഓക്കെ, കണ്ടിട്ട് നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്യാണ് ഇവിടുന്ന്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേ അറിയാം, ഭയങ്കര സോഫ്റ്റ് ആണ്.
ഇത് പൊട്ടി പോണുണ്ട്. ചുറ്റുമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഇതന്നെ അതിൻ്റെ ഉള്ളൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. പക്ഷെ നമ്മളിട്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളിൽ പെട്ടു തോന്നുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.